ഞാൻ എന്തിനു കൂടുപണിയാൻ പഠിക്കണം? ഞാൻ കൂടുപണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. ചുന്നു മുന്നു എന്ന ചേട്ടനനിയന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർ കുറച്ച് വളർന്നത്. അവരുടെ ചിറകുകൾ എത്ര വലുതായിരുന്നെങ്കിൽ അവർ എളുപ്പത്തിൽ ആകാശത്തിൽ പറക്കുമായിരുന്നു. ചുന്നു ദയാലുവായ ഒരു നല്ല പറവ. പക്ഷെ മുന്നു മാത്രം വളരെ ദേഷ്യവും ചീത്ത സ്വഭാവമായിരുന്നു. ചുന്നു എപ്പോഴും കഠിനമായി പ്രയത്നിക്കും. ഒരു ദിവസം ചുന്നു അവന്റെ അമ്മയോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ വലിയവരായി. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട് പണിതേ തീരുള്ളൂ. ഇവിടെ നോക്കുമോനെ, നീ നല്ലതാ പറയുന്നേ. അത് നീ തന്നെ ചെയ്യണം. എന്തെന്നാൽ നീ ഇപ്പൊ വളർന്നു പോയില്ലേ. ഇല്ല ഇല്ല, ഞങ്ങളൊന്നും അത്രയ്ക്ക് വളർന്നിട്ടില്ല. അവനൊട്ടും ബുദ്ധിയില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. എന്താ മോനെ, ഇതിൽ തെറ്റെന്താ ഉള്ളത്? എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ പഠിച്ചൂടെ? അമ്മേ, നിങ്ങൾ പറയുന്നതാ ശരി. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നെങ്കിൽ ഞാൻ നാളെ തന്നെ എനിക്ക് വേണ്ടി കൂട് പണിയാൻ പോകുന്നു. നിങ്ങൾ കൂടെങ്ങനെ പണിയുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഹേ, നീ പ്രാന്തനാണോ? നീ എന്ത് ചെയ്യണമോ ചെയ്തോ. ചുന്നു മുന്നു, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് സമമായ അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ അടുത്ത ദിവസം അമ്മ രണ്ട് കുട്ടികൾക്കും നാളെ മുഴുവൻ കൂടുപണിയാൻ പറഞ്ഞു കൊടുത്തു. ചുന്നു വളരെ വേഗത്തിൽ എങ്ങനെ കൂട് പണിയണമെന്ന് പഠിച്ചു. പക്ഷേ മുന്നു വളരെ മടിയനായതുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു, ഞാൻ എന്തിനു കൂടുപണിയാൻ പഠിക്കണം? ഞാൻ കൂടുപണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. അങ്ങനെ ചിന്തിച്ച മുന്നു കൂടുപണിയാൻ ഒരു ശ്രമവും നടത്തിയിരുന്നില്ല. അടുത്ത ദിവസം ചുന്നു തനിക്ക് വേണ്ടി ഒരു ഭംഗിയായ കൂട് പണിതു. അത് കഴിഞ്ഞ് അതെന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ എനിക്ക് വേണ്ടി കൂടെ പണിതു അമ്മ. ചുന്നുവിന്റെ വീടും അതിന്റെ കഠിന പ്രയത്നവും കണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോനി ചുന്നു, നിന്റെ കൂടെ ശരിക്കും നന്നായിട്ടുണ്ട്. നീ എന്റെ വളരെ ഓമന മകൻ. അത് കഴിഞ്ഞവർ മുന്നുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ടു, ചുന്നു ഇത്ര നന്നായി കൂടുപണിത് അവന്റെ ജീവിതം അവൻ നോക്കുന്നു എന്ന്. പക്ഷെ നീയുമുണ്ട്, എപ്പോ നോക്കിയാലും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് എന്താ അമ്മേ, നിങ്ങൾ എന്റെ അമ്മ. അങ്ങനെ ചെയ്യാൻ എനിക്ക് എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ പറഞ്ഞ മുന്നു വളരെ ദേഷ്യത്തിൽ അവിടുന്ന് പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞ ഒരു മരത്തിന്റെ ചില്ലയിൽ ചെന്ന് ഇരുന്നു കൊണ്ടിരുന്നു. അതവിടെ ഇരിക്കുന്നത് കണ്ട് ഒരു കാക്ക വന്നു. എന്ത് പറ്റി മുന്നു? നല്ല വിഷമത്തിലാണല്ലോ. ഞാൻ എന്ത് പറയാനാ, ഇന്നലെ എന്റെ അമ്മ കൂട് പണിയാൻ എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ചുന്നു അവന് വേണ്ടി കൂട് പണിതു. പക്ഷെ ഞാൻ എന്റെ കൂട് പണിതില്ല. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? നിന്റെ സഹോദരൻ വളരെ മിടുക്കനാണ്. നീ പറയുന്നത് കേൾക്കുമ്പോൾ നീ അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. അതാണ് ഞാനും ചിന്തിക്കുന്നേ. അവനെ പകരം വീട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ഉണ്ടാക്കിയ കൂട് മുഴുവനും നശിപ്പിച്ചേക്ക്. എന്നിട്ട് അമ്മയോട് പോയി പറ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഉണ്ടാക്കിയ വീട് എത്ര പെട്ടെന്നാ തകർന്നതെന്ന്. ഇത് കേട്ട് മുന്നു ഒരുപാട് സന്തോഷിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ചുന്നു കെട്ടിവെച്ചിരുന്ന ആ കൂടെയെല്ലാം തന്നെ മുന്നു അങ്ങനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ രാവിലെ പറഞ്ഞു, അമ്മേ നോക്കൂ, ചുന്നു കെട്ടിയ കൂടെ എത്ര മോശമാണെന്ന്. കാറ്റ് വന്നതും താഴെ വീണ് പൊട്ടിപ്പോയി. അതിന് ശരിക്കും പണിയാനേ അറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോ മൂങ്ങ അവിടേക്ക് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കള്ളം പറയണ്ടോ, നീ അവന്റെ കൂട് നശിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് കേട്ട് മുന്നുവിന്റെ അമ്മ വളരെ ദേഷ്യവും പെട്ടു. മുന്നുവിനെ അവരുടെ കൂട് വിട്ട് പുറത്തേക്ക് അയച്ചു. പക്ഷെ ഇക്കാര്യം രാജാവ് കിളി വരെ പോയി. അപ്പോ മുന്നു ചിന്നു രണ്ടുപേരും അവരുടെ അമ്മയെ വിളിച്ചുകൊണ്ട് രാജ്യസഭയ്ക്ക് വന്നു. മഹാരാജ, എന്റെ മകൻ ചുന്നു നന്നായി ഒരു കൂട് പണിതിരുന്നു. പക്ഷെ എന്റെ രണ്ടാമത്തെ മകൻ മുന്നു ദേഷ്യത്തിൽ അത് പറിച്ചെടുത്തു. ഇത് മൂങ്ങ തന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇത് വളരെ വലിയ തെറ്റാണ്. മുന്നുവിന് ഇതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ആ ശിക്ഷ എന്തെന്നാൽ ചുന്നുവിന് അവൻ വീട് നിർമ്മിച്ചു നൽകണം, അല്ലെങ്കിൽ ഇവനെ കാട്ടിൽ നിന്ന് തന്നെ തുരത്തും. മുന്നു അതിന്റെ ശിക്ഷ ചോദിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് പോയി. മുന്നു കൂട് പണിയാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചും അവന് കുറച്ചേ പണിയാൻ കഴിഞ്ഞുള്ളൂ. അവൻ ഒരുപാട് ക്ഷീണിച്ചു.
അപ്പോ ചുന്നു വന്ന് മുന്നുവിനോട് പറഞ്ഞു, മുന്നു എന്തു പറ്റി? നീ വളരെ ക്ഷീണിച്ച പോലുണ്ട്. ശരി, അപ്പൊ ഞാൻ നിന്നെ സഹായിക്കാം കേട്ടോ. നീ നല്ലവനെ പോലെ അഭിനയിക്കണ്ട. എല്ലാം നീ കാരണ. നീ എന്നോട് സംസാരിക്കണ്ടപ്പോ. മുന്നു അതിന്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് പണിയെടുത്തതേ ഇല്ല. അതുകൊണ്ട് അത് വളരെ ക്ഷീണിക്കാൻ തുടങ്ങി. അത് ബോധം കെട്ട് വീണു. ചുന്നുവും ചുന്നുവിന്റെ അമ്മയും മുന്നുവിനെയും കൂട്ടി കഴുകിന്റെ അടുത്തേക്ക് ചെന്നു. മുന്നുവിന് ഒരു വിചിത്രമായ രോഗം വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മരുന്ന് മലയിൽ പോയി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ചുന്നു പറന്നുകൊണ്ടേ ആ മലയ്ക്ക് മുകളിലുള്ള മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചെറിയ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോ ആ കഴുക് അതിടിച്ച് മുന്നുവിന് കഴിക്കാൻ കൊടുത്തു. അപ്പോ മുന്നുവിന് ഭേദമായി. മുന്നു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ചുന്നു, എന്നോട് ക്ഷമിക്ക്. ഞാൻ എപ്പോഴും നിനക്ക് തെറ്റാ ചെയ്തത്. വേറെ ആരോ പറഞ്ഞത് കേട്ട് നിന്റെ കൂടെ ഞാൻ തകർത്തു. പക്ഷേ നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, ഒരുപാട് താമസിച്ചാലും കുഴപ്പമില്ല. എന്റെ മകന് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. മുന്നു, അവനോട് നീ ക്ഷമിക്കുമോനെ? അമ്മേ, ഇവൻ എന്റെ അനിയനാണ് അമ്മേ. അനിയന്മാരെപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് അവനോട് പിണങ്ങാൻ പറ്റൂ. രണ്ട് സഹോദരന്മാർ സന്തോഷിക്കുന്നത് കണ്ട് അമ്മയും വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ചുന്നു മുന്നു അന്ന് തൊട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ, കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറൊഴിച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറൊഴിച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. മിട്ടു കിളി ഒരു വലിയ മരത്തിൽ ചില പറവകളോടൊപ്പം ജീവിച്ചു കൊണ്ടിരുന്നു. അതാ പറവകളോടൊപ്പം ദിവസവും ഭക്ഷണം അന്വേഷിച്ചു പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഞാൻ ദിവസവും ഇവരോടൊപ്പം പോകേണ്ടിയിരിക്കുന്നു. വെയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊപ്പം പോകാനും പാടില്ല, പക്ഷെ എനിക്ക് ഭക്ഷണവും തേടണം. അപ്പോഴാണ് അത് ചിന്തിച്ചത്, കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാമെന്ന്. എല്ലാ പറവകളും അതിന് ഭക്ഷണം കൊടുക്കുമെന്നും. എനിക്ക് കണ്ണ് കാണുന്നില്ല, അയ്യോ, എനിക്ക് ഒന്നും കാണുന്നില്ല, അയ്യോ. അതിന്റെ ബഹളം കേട്ട് മറ്റുള്ള പറവകളെല്ലാം അവിടെ എത്തി. നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും കാണുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് എനിക്കിങ്ങനെ ആയെന്ന് തോന്നുന്നു, അയ്യോ. അങ്ങനെ പറഞ്ഞ് ആ കൊമ്പിൽ നിന്ന് വീഴാൻ നോക്കി. സൂര്യനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും കാഴ്ച നഷ്ടപ്പെടുമോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇപ്പൊ വെള്ളം ഭക്ഷണമൊക്കെ ആരാണ് കൊണ്ടുവന്ന് തരിക? അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാ പറവകൾക്കും ഒരുപാട് വിഷമമായി. ടീനു പറവ പറഞ്ഞു, മിട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാഴ്ച ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതുവരെ ഞങ്ങൾ എല്ലാരും നിനക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുതരാം. ഇല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കാനാ ഇഷ്ടം. ഞങ്ങൾക്കറിയാം നിനക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടാണെന്ന്. നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരെ ഞങ്ങളുടെ കൂട്ടിലെ മുട്ടകൾ നോക്കിക്കോ. അപ്പൊ കുറിച്ച് നിന്റെ വിഷമവും മാറും. എന്നാൽ ഇവൾ അന്ധയായില്ലേ? ഇനി എങ്ങനെ കൂട് സംരക്ഷിക്കാൻ കഴിയും? ഇവളിവിടെ ഇരിക്കുന്ന കണ്ടേ തീർച്ചയായും പൂച്ച നമ്മുടെ കൂടിനടുത്ത് വരില്ല. എന്തെന്നാൽ ആ പൂച്ചയ്ക്ക് ഇവൾക്ക് കണ്ണു കാണാത്ത കാര്യം അറിയില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ കൂട്ടിനെ കാവലാക്കുന്നുണ്ടെങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം പൂച്ച ആരും അറിയാതെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാ പറവകളും മിട്ടുവിനെ മരത്തിലാക്കിയിട്ട് പോയി. അവർ പോയതും ആ പൂച്ച മരത്തിനടുത്തേക്ക് ചെന്നു. ആഹാഹാ, ഇന്ന് എനിക്ക് പാർട്ടിയാണ്. ഈ കണ്ണു കാണാത്ത കിളി എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അതുമാത്രമല്ലാതെ അതിന് അറിയില്ലല്ലോ ഞാൻ ഇവിടെയുള്ള കുഞ്ഞു പറവുകളെയും മുട്ടയും കഴിക്കാൻ പോകുന്ന കാര്യം.
അങ്ങനെ പറഞ്ഞത് വേഗം മരത്തിൽ കയറി കൂട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇനി നീ ഒരു അടിയെടുത്തു വെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു മിട്ടു പറന്നു അതിന്റെ കൊക്കുകൊണ്ട് ആ പൂച്ചയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ആഹാ, ഇതിനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് നുണയാ. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ഇതുപോലെ മിട്ടു മുട്ടകളെയും കുട്ടികളെയും എല്ലാവരെയും നന്നായി നോക്കി. എല്ലാ പറവകളും തിരിച്ചു വരുമ്പോൾ അവർ മിട്ടുവിന് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവന്നു. മിട്ടു ആ ഭക്ഷണം സന്തോഷമായി കഴിച്ചു. അതിന് കണ്ണ് കാണുന്നില്ല എന്ന നാടകം അങ്ങനെ തുടർന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ പറവകളും ഭക്ഷണം തേടി പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ടീനു പറവയില്ല. ഈ ടീനു ഇത് എവിടെ പോയി? അപ്പോഴാണ് അവർ ടീനു പറന്നു വരുന്നത് കണ്ടത്. അതിന്റെ വായിൽ ചെറിയ ഒരു ഇലയുണ്ടായിരുന്നു. അത് ആ ഇല ചില്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പറഞ്ഞു, ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറുവച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറുവച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഞാൻ തീർച്ചയായും ഇതിന്റെ കണ്ണിൽ ഒഴിക്കില്ല. എന്തുകൊണ്ടാ ഒഴിക്കാത്തത്? നിന്റെ കണ്ണ് ശരിയാകണ്ടേ? അത് കേട്ട് മിട്ടു മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ അത് പിന്നെ പെട്ടുപോകില്ലേ. ആ, ശരി ശരി, ഒഴിച്ചോ. അത് കേട്ടതും ടീനു പറവ ആ ഇലയുടെ ചരതിന്റെ കണ്ണിൽ ഒഴിച്ചു. അതിന് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. ആ, അയ്യോ അയ്യോ, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അയ്യോ, എരിയുന്നു. എനിക്കൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. നീ എന്താ പറയുന്നേ? നിനക്ക് അല്ലെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും കാണുന്നില്ലെന്ന് പറഞ്ഞു. ആ, അത് എനിക്ക് എല്ലാം ശരിയായി മാറി. എനിക്കിപ്പൊ എല്ലാം കണ്ണിൽ കാണുന്നു. ആവോ, എനിക്ക് ഇപ്പോഴേ സന്തോഷമായി. പക്ഷേ മിട്ടു ഇപ്പോഴാണ് അന്ധയായത്. അതിനോട് ആരോടും ഇപ്പൊ സത്യം പോലും പറയാനാകില്ല. മിട്ടു, ഇപ്പൊ നിന്റെ കണ്ണ് ശരിയായോ? പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഒന്ന് നോക്കിക്കോ. നാളെ മുതൽ എന്റെ ഒപ്പം വരാം. എല്ലാവരും അതിനെ കൂടിനടുത്താക്കിയിട്ട് അവർ പുറപ്പെട്ടു പോയി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇപ്പൊ അതിന് ശരിക്കും കണ്ണു കാണുന്നില്ല എന്ന്. അത് മരത്തിൽ കയറി പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, നീ എന്നെ അത്ര തല്ലിയില്ലേ? ഇപ്പൊ നോക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. അത് മിട്ടുവിനെ ആക്രമിച്ചു. പാവം മിട്ടുവിന് ഒരുപാട് പരിക്കേറ്റു. അത് കഴിഞ്ഞ എല്ലാ കുഞ്ഞുപറവകളെയും മുട്ടകളെയും അതെടുത്തു കഴിച്ചു. മിട്ടു പരിക്കുകളോടെ ആ ചിലയിൽ കിടന്നുകൊണ്ടിരുന്നു. എല്ലാ പറവകളും തിരിച്ചു വന്നതും കാണാതായി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരുപാട് ഷോക്കായി. നമ്മുടെ മുട്ടയും കുഞ്ഞുങ്ങളും എവിടെ പോയി? അവരെ പൂച്ച തിന്നു. പക്ഷെ നീയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ തടഞ്ഞില്ല? ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതാ എനിക്ക് കണ്ണു കാണുന്നില്ലെന്ന്. അപ്പോഴാ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ടീനു ഇലയുടെ ചാറിട്ട ഉടനെ എന്റെ കാഴ്ച ശരിക്കും പോയി. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് എന്നാ എനിക്ക് കാഴ്ച വന്നെന്ന് നുണ പറഞ്ഞത്. ശരിക്കും ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. മിട്ടു, നീ കാരണമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയത്. മുട്ടയും നശിച്ചുപോയി. എല്ലാത്തിനും കാരണം നീയാ. എല്ലാ പറവകളും ഒരുമിച്ച് അതിനെ തല്ലാൻ തുടങ്ങി. അവരുടെ ദേഷ്യമെല്ലാം അവർ അതിനോട് തീർത്തു. അതിന്റെ ചിറകിലും ഇപ്പൊ നന്നായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് പാവം അതിന് മരത്തിലിരിക്കാനേ കഴിഞ്ഞില്ല. നാൾ മുഴുവനും അത് മരത്തിനടിയിലിരുന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ മിട്ടുവിന്റെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പൊ മിട്ടുവിന്റെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. അയ്യോ മിട്ടു, നിനക്ക് എന്തു പറ്റി? ആരെന്താ ചെയ്തത്? എന്റെ ഈ അവസ്ഥയ്ക്ക് എന്റെ മടി മാത്രമാ കാരണം. അങ്ങനെ അത് ടീറ്റുവിനോട് നടന്നതെല്ലാം പറഞ്ഞു. നീ ചെയ്തത് ശരിയല്ല മിട്ടു. ആദ്യം നീ എല്ലാ പറവകളോട് ചെന്ന് ക്ഷമ ചോദിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തിൽ അതേ ഇല കൊണ്ട് അവിടേക്ക് വന്നു. അത് മിട്ടുവിന്റെ കണ്ണിൽ ആ ചാറ് ഒഴിച്ചുടനെ ഇത്തവണ മിട്ടുവിന് ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടി. ടീറ്റു, എനിക്കിപ്പെല്ലാം കാണുന്നുണ്ട്. ശരി, പോ, ആ പറവകളോട് പോയി ക്ഷമ ചോദിക്കേ.
ടീറ്റു മീറ്റുവിനെ പറവകളുടെ അടുത്ത് കൊണ്ടുപോയി പിന്നെ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ദേഷ്യം ശരിയാണ്. പക്ഷെ മിട്ടു ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കിട്ടി. നിങ്ങൾ ഒരേ ഒരു തവണ അതിനോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ട എല്ലാ പക്ഷികളും മിട്ടുവിനെ ക്ഷമിച്ചു. അത് കഴിഞ്ഞ അന്ന് മുതൽ അതെപ്പോഴും മടിപിടിച്ചിരുന്നതുമില്ല, നുണ പറഞ്ഞതുമില്ല.